ഏറ്റവും ക്രൂരന്മാരും ഭീതിജനകവുമായ വേട്ടക്കാരായാണ് നാം എപ്പോഴും സ്രാവുകളെ കാണാറുള്ളത്. എന്നാൽ വെള്ളത്തിലൂടെ നീന്തുന്നതിനു പകരം കടലിന്റെ അടിത്തട്ടിലൂടെ നാലുകാലിൽ നായയെ പോലെ നടന്നു നീങ്ങുന്ന സ്രാവുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. എന്നാൽ ശാസ്ത്രലോകം ഇപ്പോൾ അത്തരമൊരു വിചിത്ര ജീവിയെ കണ്ടെത്തിയിരിക്കുകയാണ്. തെക്ക് കിഴക്കൻ പാപ്പുവ ന്യൂഗിനിയയിലെ ആഴം കുറഞ്ഞ കടൽ പ്രദേശത്താണ് മനുഷ്യർക്ക് ഒട്ടും ദോഷകരമല്ലാത്ത വലിപ്പം കുറഞ്ഞ ഈ പുതിയ ഇനം നടത്ത സ്രാവിനെ ഗവേഷകർ കണ്ടെത്തിയത്. തങ്ങളുടെ ചിറകുകൾ കാലുകൾ പോലെ ഉപയോഗിച്ച് പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന സ്രാവുകളുടെ ജനുസിലെ 10ാമത്തെ അംഗമാണിത്. ഓസ്ട്രേലിയയിലെ സൺഷൈൻ കോസ്റ്റ് സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു രാത്രി മുങ്ങലിനിടെയാണ് ഈ സ്രാവ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രമുഖ ഗവേഷക ക്രിസ്റ്റിൻ ഡഡ്ജിയന്റെ ബഹുമാനാർത്ഥം ഡഡ്ജിയോണിന്റെ നടത്ത സ്രാവ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ ശരീരത്തിലെ തവിട്ടു നിറത്തിലുള്ള വെളുത്ത വരകൾ കണ്ടപ്പോൾ തന്നെ ഇതൊരു പുതിയ ഇനമാണെന്ന് ഗവേഷകർക്ക് മനസ്സിലാവുകയും പിന്നീട് ജനിതക പരിശോധനയിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എപ്പോലെറ്റ് സ്രാവുകൾ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക വിഭാഗത്തിന് അതിശയകരമായ ചില സൂപ്പർ പവറുകളുണ്ട്. ഇവയുടെ മന്ദഗതിയിലുള്ള നടത്തം കണ്ട് പ്രദേശവാസികൾ ഇതിനെ നായസ്രാവ് അല്ലെങ്കിൽ മടിയൻ സ്രാവ് എന്നാണ് വിളിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ വേലിയേറ്റത്തിന് ശേഷം രൂപപ്പെടുന്ന ചെറിയ കുളങ്ങളിൽ ഓക്സിജൻ വളരെ കുറവായിരിക്കും. എന്നാൽ സ്വന്തം ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കാനും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിയന്ത്രിക്കാനും ഈ സ്രാവുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത് കാരണം ഓക്സിജൻ തീരെയില്ലാത്ത സാഹചര്യങ്ങളിലും ഇവയ്ക്ക് മണിക്കൂറുകളോളം ജീവിക്കാൻ സാധിക്കും. കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ചെറിയ ജീവികളെ ഭക്ഷണമാക്കുന്ന ഈ സ്രാവുകൾ ഒരു കുളത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ വെള്ളത്തിന് മുകളിലൂടെ ചെറിയ ദൂരം നടക്കാനും മടിക്കാറില്ല. പാപ്പുവ ന്യൂഗിനിയയുടെ സങ്കീർണമായ ഭൂമിശാസ്ത്ര ചരിത്രമാണ് ഈ പ്രദേശത്ത് ഇത്രയധികം വ്യത്യസ്ത ഇനം നടത്ത സ്രാവുകൾ രൂപപ്പെടാൻ കാരണം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കാരണം സ്രാവുകളുടെ കൂട്ടങ്ങൾ പരസ്പരം വേർപിരിയുകയും പുതിയ ജീവിവർഗമായി പരിണമിക്കുകയുമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഈ പുതിയ കണ്ടെത്തൽ വലിയ ശാസ്ത്ര നേട്ടമാണെങ്കിലും ഇവയുടെ നിലനിൽപ്പ് ഇന്ന് കടുത്ത വംശനാശ ഭീഷണിയിലാണ്. ആഴക്കടലിലേക്ക് നീന്താൻ കഴിയാത്ത ഇവരുടെ പ്രത്യേക ജീവിതശൈലി കാരണം ചില 100 ചതുരശ്ര മീറ്റർ മാത്രമുള്ള കുഞ്ഞു പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലിലെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും ആഗോള കാലാവസ്ഥാ വ്യതിയാനവും ഇവയെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയേക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഇത്തരം അപൂർവ ജീവികളെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി നമ്മുടെ കടലുകളെ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.